Hi, hello, I am Renjit and welcome to Renjitalks. ഇന്ന് നമ്മളൊരു ഈസി മൾട്ടിപ്ലിക്കേഷൻ വേ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പ്രത്യേക സീരീസിലുള്ള നമ്പേഴ്സിനെ ഈസി ആയിട്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം അതാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം. 43 ഇൻറ്റു 47. ഓക്കെ, അതൊരെണ്ണം. അടുത്തത് 54 ഇൻറ്റു 56. ഓക്കെ, അതുപോലെ 76 ഇൻറ്റു 74. ഓക്കെ, ഈ മൂന്ന് കണക്കുകൾ നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, ഇത് നമുക്ക് സാധാരണ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കറിയാം, ആദ്യം നമ്മൾ ഈ 43 ഇൻറ്റു 47 എന്ന് പറയുന്ന കണക്ക് എങ്ങനെയായിരിക്കും ചെയ്യുക? ആദ്യം നമ്മൾ 7 വെച്ച് രണ്ടിനെയും മൾട്ടിപ്ലൈ ചെയ്യും. അതിനുശേഷം നമ്മൾ 4 വെച്ച് വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ആ കിട്ടുന്ന ഉത്തരം നമ്മൾ എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. അതായത് മൊത്തത്തിൽ 3 സ്റ്റെപ്പിലൂടെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത്, അല്ലെ? ആൻസർ കണ്ടുപിടിക്കുന്നത് 3 സ്റ്റെപ്പിലൂടെയാണ്. പക്ഷെ നമുക്ക് ഇതൊരു വളരെ വേഗം നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന ഒരു ട്രിക്കാണ്. അപ്പൊ അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് നോക്കിയേ. ഈ എഴുതിയേക്കുന്ന ഈ 3 കണക്കിനകത്തുമുള്ള പ്രത്യേകത, ഈ നമ്പേഴ്സിന്റെ അല്ലെങ്കിൽ ആ ഒരു അതിന്റെയൊക്കെ പ്രത്യേകത ഒന്ന് നോക്കിയേ. നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും. ഫസ്റ്റ് ഡിജിറ്റ് അല്ലെ, ഓരോന്നിനും ഉള്ള ഫസ്റ്റ് ഡിജിറ്റ് നോക്കിക്കേ, സെയിം അല്ലേ? 445577. കണ്ടോ? അതുപോലെ രണ്ടാമത്തെ ഡിജിറ്റ്, അതിന്റെ പ്രത്യേകത നോക്കി, 3ഉം 7ഉം കൂടെ കൂട്ടിയാൽ 10 കിട്ടും. 4ഉം 6ഉം കൂടെ കൂട്ടിയാൽ 10 കിട്ടും. 6ഉം 4ഉം കൂടെ കൂട്ടിയാൽ 10 കിട്ടും, അല്ലെ? അപ്പൊ അതിന്റെ ആ ഒരു മെത്തേഡ് വഴി കിട്ടിയോ? അപ്പം ആദ്യത്തെ നമ്പേഴ്സ് സെയിം ആയിരിക്കുന്നു രണ്ടിന്റെയും. അതുപോലെ രണ്ടാമത്തെ സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ നമുക്ക് 10 കിട്ടും. അങ്ങനെയുള്ള ആ ഒരു, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സീരീസ്. ഈ ഒരു സീരീസിലുള്ളതിനെ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഈ ഒരു പറയുന്ന മെത്തേഡിൽ നമുക്ക് വളരെ വേഗം കണ്ടെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. നോക്കാം, അല്ലെ? ഇതെങ്ങനെയാണ് കാണുന്നത് നോക്കാം. അപ്പൊ ഇവിടെ ഞാൻ അത് ചെയ്യാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുത്തെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 4 അല്ലേ? രണ്ടിലുള്ള ഫസ്റ്റ് നമ്പർ 4 ആണ്. ഓക്കെ, അപ്പൊ 4 ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ. 4. ഓക്കെ, ഇനി ഈ 4ന്റെ കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള നമ്പർ ഏതാണ്? 4 കഴിഞ്ഞാൽ അടുത്ത വരാനുള്ള നമ്പർ സീരീസിലെ നമ്പർ ഏതാണ്? 5 അല്ലേ? അപ്പം 4 തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ ആയ 5 ആയിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുന്നു. ഓക്കെ, 4 ഇൻറ്റു 5 ഞാൻ ഇവിടെ എഴുതുകയാണ്. 4 ഇൻറ്റു 5 എന്താ ചെയ്തത്? ഫസ്റ്റ് നമ്പർ ആയ 4 തൊട്ടടുത്ത നമ്പർ ആയ 5 ആയിട്ട് ഞാനത് ഇൻറ്റു ചെയ്യും. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. അടുത്തേക്ക് നോക്കിയേ, 3 7. ഓക്കെ, ഇത് നമുക്ക് ഡയറക്റ്റ് മൾട്ടിപ്ലിക്കേഷൻ. 3 ഇൻറ്റു 7. 3 ഇൻറ്റു 7. ഓക്കെ, നമുക്ക് ആൻസർ നോക്കാം. 4 ഇൻറ്റു 5 എത്രയാണ്? 20 ആണ്. ഓക്കെ, 3 ഇൻറ്റു 7 എത്രയാണ്? 3 sevens are 21. ഓക്കെ, ഇത് ആൻസർ എത്തി അല്ലേ? 2021. നോക്കിക്കേ, വളരെ എളുപ്പമല്ലേ? ഇതെങ്ങനെയാണ് നമ്മൾ എഴുതിയത്? എന്താണ്? നമുക്കിങ്ങനെ ഉള്ള ഒരു സീരീസിലെ നമ്പേഴ്സ് തമ്മിലാണ് മൾട്ടിപ്ലിക്കേഷൻ വരുന്നതെങ്കിൽ ഫസ്റ്റ് നമ്പർ ഏതാണെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. ആ ഫസ്റ്റ് നമ്പറിന്റെ തൊട്ടടുത്തുള്ള കൺസിക്യൂട്ടീവ് നമ്പറുമായിട്ട് നമ്മൾ അതിനെ ഇൻറ്റു ചെയ്ത് വയ്ക്കുക. രണ്ടാമത് വന്നേക്കുന്ന, അല്ലെ, യൂണിറ്റ് പ്ലേസിൽ വന്നേക്കുന്ന നമ്പേഴ്സ് തമ്മിൽ ഡയറക്റ്റ് ഇൻറ്റു ചെയ്ത് എഴുതുക. നമ്മുടെ ആൻസർ റെഡിയാവും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് രണ്ടാമത്തെ കണക്ക് നോക്കിയാലോ. ഇവിടെ എങ്ങനെയായിരിക്കും ഈ രീതി അപ്ലൈ ചെയ്യുക? ഇവിടെ ഫസ്റ്റ് നമ്പർ 5 ആണ്. ഓക്കെ, അപ്പൊ 5 എഴുതി. ഇനി തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ 6 ആണ്, അല്ലെ? അപ്പൊ 5 ഇൻറ്റു 6, അത് ആദ്യത്തെ ആ ഒരു പ്രോസസ് ഞാൻ എഴുതി. ഇനി എന്ത് ചെയ്യണം? 4ഉം 6ഉം ആണ്. അപ്പൊ അതും നമുക്ക് എന്ത് ചെയ്യണം? മൾട്ടിപ്ലൈ ചെയ്യണം. 4 ഇൻറ്റു 6. ഓക്കെ, അപ്പൊ 5 6 are 30. ഓക്കെ, 4 6 are 24. ഓക്കെ, അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 3024. ഓക്കെ, അങ്ങനെയെങ്കിൽ ഇത് നോക്കിയേ, ഇതെങ്ങനെയായിരിക്കും? 7 ഇൻറ്റു 8, അതുപോലെ 6 ഇൻറ്റു 4. 7 8s are എത്രയാണ്? 56 ആണ്, അല്ലേ? 56. ഓക്കെ, 6 4s are 24. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി 5624. മനസ്സിലായോ? ഈസി മെത്തേഡ് അല്ലേ? ഇതുപോലെ നമുക്ക് രണ്ട് കണക്ക് കൂടെ ചെയ്ത് നോക്കാം, അല്ലെ? 2 എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, 2 എക്സാമ്പിൾ നമ്മൾ നോക്കാൻ പോണേ. 75 ഇൻറ്റു 75, അതുപോലെ തന്നെ 82 ഇൻറ്റു 88. ഓക്കെ, ഈ രണ്ടെണ്ണം നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെയാണെങ്കിൽ ഇവിടെ എങ്ങനെയായിരിക്കും വരിക? 7 ആണ് ഫസ്റ്റ് നമ്പർ. അപ്പൊ 7 ഇൻറ്റു 8. ഓക്കെ,
ഇനി രണ്ടാമത്തത് 5 into 5 ആണ്. ഓക്കെ, താഴെ താഴെ. അപ്പോൾ 7 8s എത്രയാണ്? 56 ആണ് അല്ലേ? ഓക്കെ, 56. അടുത്തത് 5 5s 25. ആൻസർ ഈസ് 5625. ഓക്കെ, അടുത്ത് നോക്കാം. 82 into 88 അതെങ്ങനെ വരുന്നു? എടുക്കാം അല്ലേ? 8 into 8 കഴിഞ്ഞാൽ അടുത്ത നമ്പർ ഏതാണ്? 9 ആണ്. അപ്പം 8 into 9, അതുപോലെ 2 into 8. ഓക്കെ, 8 9s 72. 2 8s 16. The answer is 7216. ഓക്കെ, അതുപോലെ ഒരെണ്ണം കൂടെ തരട്ടെ. ഒരെണ്ണം കൂടെ നോക്കാം. 91 into 99. ഓക്കെ ഓക്കെ, ആ മെത്തേഡിലാണെങ്കിൽ 9 into 9ന്റെ തൊട്ടടുത്ത കോൺസിക്യൂട്ടീവ് നമ്പർ 10 ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ 9 into 10 ഞാൻ എഴുതി. അടുത്തത് 1 into 9 അത് എഴുതി. ഓക്കെ, അപ്പോൾ 9 10s 90. ഓക്കെ, 90. ഇനി നോക്കിക്കേ, 1 into 9 9 ആണെന്ന് നമുക്കറിയാം അല്ലേ? ഞാൻ ഇവിടെ 9 എഴുതി കഴിഞ്ഞാൽ ഈ ആൻസർ തെറ്റാണ് അല്ലേ? അതിന് കാരണം എന്താ? കാരണം 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് അല്ലേ രണ്ടും. അത് തമ്മിൽ നമ്മൾ ഗുണിച്ചു കഴിഞ്ഞാൽ നമുക്ക് 4 ഡിജിറ്റ് നമ്പർ കിട്ടുമെന്ന് നമുക്കറിയാം അല്ലേ? അപ്പം അതെങ്ങനെ 4 ഡിജിറ്റ് ആകുന്നു? എങ്ങനെയായിരിക്കും 4 ഡിജിറ്റ് ആകുക? 1 into 9 എന്ന് പറഞ്ഞാൽ നമ്മൾ 9 ആണ് അല്ലേ? അതിനെ നമ്മൾ എഴുതി വരുമ്പോൾ എങ്ങനെ എഴുതണം? 09 എന്ന് എഴുതണം. എങ്ങനെ എഴുതണം? 09. 91 into 99 എത്രയാണ്? 9009. ഓക്കെ ആണോ? എല്ലാവർക്കും ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.